എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ജിയാങ് ആണെങ്കിൽ അവന്റെ അച്ഛനെ കാണുന്നത് കാണിച്ചുകൊണ്ടാണ്. എന്നാൽ ഇവിടെയാണെങ്കിൽ അവന്റെ അച്ഛനെ അവന് മനസ്സിലാവത്തില്ല. എന്നാൽ അവന്റെ അച്ഛന് അവനെയും മനസ്സിലാവത്തില്ല. അവനെ കാണുന്നേയും ചോദിക്കും, നീ മേജസിലുള്ള ഏതെങ്കിലും ഒരുത്തനാണോ എന്ന്. എന്നിട്ട് പറയും, എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നേ, ഇതത്ര നല്ല സ്ഥലമൊന്നുമല്ല, വേഗം തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയെന്ന്. എന്നാൽ നമ്മുടെ ജിയാങ് ആണെങ്കിൽ ആ വിച്ചിനെ പറ്റി അന്വേഷിക്കാൻ വന്നേക്കല്ലേ. അപ്പോൾ അവൻ അത് പറയുന്നതും അയാൾ പറയാൻ തുടങ്ങും, അവരത്ര നല്ലവരൊന്നുമല്ല, അവരെ പറ്റി അന്വേഷിച്ചവർക്കെല്ലാം ആപത്ത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ആ ജിൻ ഫാമിലിയിൽ കാണിക്കും, അവിടെ നമ്മളുടെ സോൾ ആണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ജിൻ ഫാമിലിയിലെ ആ ലേഡിക്ക് ഭയങ്കര സന്തോഷമാവും. അവരവരുടെ മോളെ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അവിടെയായിട്ട് നമ്മളുടെ ജിൻജോയും വന്നിട്ടില്ലായിരുന്നോ, അത് മുതോക്കിന്റെ കൂടെ. ഇവളെ കാണുന്ന അവളുടെ അമ്മ വിളിച്ചിട്ട് പറയും, നീങ്ങ് വാ, നിന്റെ ചേച്ചി ഇതാ എത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ജിൻജോയ്ക്ക് അവളുടെ ചേച്ചിനെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കും. അതിനുശേഷം കാണിക്കുന്നത് അവിടെയായിട്ട് നമ്മളുടെ ഈ ജിൻ ഫാമിലിയിലെ ലേഡിയില്ലേ, അവർ നമ്മളുടെ സോളിൻ്റെ അടുത്ത് എല്ലാം ചോദിച്ചറിയുന്നേ. അവളെല്ലാ കാര്യങ്ങളും പറയും, അവൾ ഭയങ്കര കഷ്ടപ്പെട്ടാ ജീവിച്ചത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഇത് കേൾക്കുന്നതും അവർ പറയാൻ തുടങ്ങും, ഇനി നിനക്ക് രാജകുമാരിയെ പോലെ ഇവിടെ നിൽക്കാവെന്ന്. അതേസമയം തന്നെ ഈ ജിൻ ഫാമിലിയിൽ നടന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ പാർക്കും അറിയും. അവരും ഭയങ്കര ഷോക്കായിരുന്നു. അതേസമയം നമ്മളുടെ മുതോക്കിരുന്ന് ആലോചിക്കും, എങ്കിലും ആ വീട്ടിൽ പോകുമ്പോൾ എന്താണ് എനിക്ക് ഇങ്ങനെയുള്ള സെൻസേഷനൊക്കെ തോന്നുന്നത് എന്ന്. അവൾക്കിപ്പോഴും അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവൾ അങ്ങനെ ഒരു കുഞ്ഞിക്കടയുടെ മുമ്പിൽ ഇരുന്ന് മിറർ നോക്കിയിരിക്കുന്നതും അവിടെയായിട്ട് നമ്മളുടെ ജിയാങ് വരും. അവൻ വന്നിട്ട് അവൻ ആ വിച്ചിനെ പറ്റി അന്വേഷിക്കാൻ പോയതും അവിടെ ക്രൗൺ പ്രിൻസിനെ കണ്ട കാര്യമൊക്കെ നമ്മളുടെ മുതോക്കിൻ്റെ അടുത്ത് പറയും. അവളും ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ഷോക്കായിരുന്നു. അതായത് നമ്മുടെ ക്രൗൺ പ്രിൻസിനും അവിടുത്തെ ക്യൂനിനെ നല്ല ഡൗട്ടാണ് എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ക്രൗൺ പ്രിൻസ് നമ്മളുടെ ജിന്നിനെ കാണാൻ വരുന്നതാണ്. ജിന്നാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, ജിൻ ഫാമിലിയിലുള്ള ബൂയോങ്ങിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവൾക്ക് സൂപ്പർ പവേഴ്സ് ഉണ്ട്, അവളെ യൂസ് ചെയ്തിട്ടാണ് ഐസ് സ്റ്റോൺ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്ന്. കൂട്ടത്തിൽ തന്നെ ജിന്ന് പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ എന്തായിരുന്നാലും കിങ് സ്റ്റാറിനെ പറ്റി ആലോചിച്ച് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കിങ് എന്നുള്ള പദവി പോവുമോ എന്ന് ആലോചിച്ചിട്ട്. എന്നാൽ നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും, അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ, എന്തായിരുന്നാലും കിങ് സ്റ്റാർ ഉള്ള ആൾക്ക് ഈ ഒരു ഐസ് സ്റ്റോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളല്ലേ തീർക്കാൻ പറ്റൂ. എന്നാൽ ജിന്നു പറയും, അങ്ങനെയല്ല, പ്രശ്നങ്ങൾ തീർത്തു കഴിഞ്ഞാൽ അവന് രാജാവാനുള്ള ചാൻസസും കൂടുതലാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ മുതോക്കും അതേപോലെ ജിയാങ്ങും കൂടി നിന്ന് സംസാരിക്കുന്നതാണ്. അവരും ഇപ്പം അറിഞ്ഞിട്ടുണ്ട് ബൂയോങ് എത്തിയെന്ന്. അവിടെയായിട്ട് നമ്മളുടെ ജിയാങ് പറയും, ബൂയോങ്ങിനെ പറ്റി ഞാൻ കേട്ടിരിക്കുന്നത് തന്നെ ഒരുപാട് സൂപ്പർ പവേഴ്സ് ഒക്കെ ഉള്ള ഒരു ബെസ്റ്റ് മേജാണ് എന്ന്. എന്നാൽ അവളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടാണല്ലോ തോന്നുന്നത്, നിനക്ക് അവളെ കണ്ടിട്ട് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി തോന്നിയോ എന്ന് നമ്മുടെ മുതോക്കിനെടുത്ത് ചോദിക്കും. അപ്പോൾ അവൾ പറയും, ഞാൻ അവളെ കണ്ട സമയത്ത് ഞാൻ അവളുടെ കയ്യിലായിട്ട് ഒരു കൊട ശ്രദ്ധിച്ചായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ ജിയാങ് ചോദിക്കും, കൊടയ്ക്ക് എന്താ പ്രത്യേകത? അപ്പം നമ്മുടെ മുതോക്ക് പറയുന്നത് തന്നെ, അത് ഞാൻ സിയോങ്ങിന് വാങ്ങിക്കൊടുത്ത കൊട പോലെ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ അവർ നേരെ തന്നെ നമ്മുടെ സിയോങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ കയ്യിലെ കൊട എന്തെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയാം, അവനതൊരു കണ്ണ് കാണാത്ത പെൺകുട്ടിക്ക് കൊടുത്തു എന്ന്. അത് ഈ സോള് തന്നെയാണല്ലോ. അവിടെയായിട്ട് നമ്മളുടെ ആ പാക്ജിൻ വന്നിട്ട് പറയും, എൻ്റെ കാര്യം സെറ്റായി, ഇനിയിപ്പോൾ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന്. അതേസമയം തന്നെ നമ്മളുടെ സിയോങ് ആണെങ്കിൽ ചോദിക്കും, എടാ നിനക്ക് ആ സോളിനെ ഓർമ്മയില്ലേ എന്ന്. അപ്പം നമ്മുടെ പാക്ജിൻ പറയുന്നുണ്ട്, അതെ, അവളെ കാരണമല്ലേ ഒരുപാട് ആൾക്കാരെല്ലാം മരിക്കാൻ റീസൺ ആയത്, അവളെ പറ്റി അന്വേഷിച്ചതിൻ്റെ പേരിൽ. ഇതൊക്കെ കേൾക്കുന്നതും അവർക്ക് ഒരുപാട് ഡൗട്ടൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സോളാണെങ്കിൽ ആ ബൂയോങ്ങിൻ്റെ റൂമിലായിട്ട് വന്ന് നിന്ന് അവളുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ബൂയോങ്ങിൻ്റെ അമ്മ വന്നിട്ട് പറയും, നീ കണ്ണി കെട്ടുന്ന ഈ സ്കാർഫ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൈ കൊണ്ട് എംബ്രോയിഡറി ചെയ്തതാണ്, നിനക്ക് കണ്ണ് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നാൽ നിനക്ക് നല്ല സെൻസിങ് പവർ ആണല്ലോ, നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ മാന്ത്രിക ഉപകരണങ്ങൾക്കും നിന്റെ പ്രസൻസ് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എന്നൊക്കെ നമ്മളുടെ ബൂയോങ്ങിൻ്റെ അമ്മ ഇങ്ങനെ പറയും. ഇതൊക്കെ കേൾക്കുന്നത് നമ്മളുടെ സോളിനങ്ങ് ഒരുമാതിരി ഗിൽറ്റി ഫീൽ അടിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുതോക്കിൻ്റെ പ്ലേസ് അല്ലേ അവളിപ്പോൾ തട്ടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ സോള് നേരെ വരുന്നത് ആ ഗുഹയുടെ മുമ്പിലായിട്ടാണ്. അവൾ വിചാരിക്കും, ഒരു പക്ഷേ ആ ഗുഹ ഓപ്പൺ ആയത് തന്നെ നമ്മളുടെ മുതോക്കിനെ കാരണമായിരിക്കുമെന്ന്. അവിടെയായിട്ട് നമ്മളുടെ ജീൻ ചോയ് വരുന്നതും നമ്മുടെ ഈ ബൂയോങ് ആണെങ്കിൽ അവളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ മുതോക്കിനെ പറ്റിയും ചോദിക്കും. അപ്പോൾ അവൾ മുതോക്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ഈ ജിൻചോയുടെ അച്ഛനില്ലേ, അയാൾ കയറി വന്നിട്ട് പറയും, ദോ നിങ്ങളെ അമ്മ വിളിക്കുന്നുണ്ട് എന്ന്. അവിടെയായിട്ട് നമ്മളുടെ സോള് നല്ല ടെൻഷനിലായിരുന്നു. അവളാണെങ്കിൽ ഈ അച്ഛനടുത്ത് ചോദിക്കുന്നതന്നെ, യഥാർത്ഥത്തിലുള്ള ബൂയോങ് തിരിച്ചു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യൂ എന്ന്. എന്നാൽ അയാൾ പറയും, അവൾ യഥാർത്ഥത്തിലില്ല, അവൾ മരിച്ചുപോയി എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ സോളിന് കുറച്ച് സന്തോഷമാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ മുതോക്കാണ് യഥാർത്ഥ ബൂയോങ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജിയാങ്ങും സിയോങ്ങും അതേപോലെ തന്നെ പാക്ജിനും കൂടി സംസാരിക്കുന്നതാണ്. അവർക്കിപ്പോൾ അറിയാം, അതായത് സോൾ യഥാർത്ഥത്തിലുള്ള ബൂയോങ് അല്ല എന്ന്. അവരാണെങ്കിൽ ഇവളുടെ ആ ഒരു സത്യാവസ്ഥ മുമ്പിലോട്ട് കൊണ്ടുവരാൻ നോക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ പാക്ജിൻ പറയും, വേണ്ട, ഇപ്പോഴാണ് എല്ലാ ഫാമിലിയും ഒന്ന് സമാധാനമായിട്ടിരിക്കുന്നത്, ഇപ്പോഴേ നമ്മൾ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ബൂയോങ്ങിൻ്റെ അമ്മയില്ലേ, അവർക്ക് ചെറിയൊരു
ഒരു ഡൗട്ട് വരുന്നതാ. അതായത് അവരിന്ന് ആലോചിക്കും എൻ്റെ മോളുടെ എല്ലാ അടയാളങ്ങളും ഈ സോളിൽ കറക്റ്റാണ്, എന്നാൽ അവളുടെ ചെവിയിൽ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ എന്ന് അവരിങ്ങനെ അത് ആലോചിച്ചുകൊണ്ടിരിക്കും. അതേസമയം തന്നെ അവിടെയായിട്ട് ജിൻ അവരെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് പറയും, നിങ്ങളുടെ മോളിപ്പോൾ തിരിച്ചു വന്നില്ലേ, ഇനിയിപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം എല്ലാം എന്നെ ഏൽപ്പിച്ചൂടെ എന്നാ അവർ പറയുന്നത്. മോളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, ഇനിയും ടൈം ഉണ്ടല്ലോ. അവിടെയായിട്ട് ഈ ജിന്ന് പറയും, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഐസ് സ്റ്റോൺ യൂസ് ചെയ്ത കാര്യം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അതായത് നമ്മുടെ ജിയാങ്ങിന്റെ അച്ഛൻ്റെ അടുത്ത് ഇവർ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബൂയോങ് വയറ്റിൽ വെച്ചിട്ട് മരിച്ചുപോയി എന്നുള്ളൊരു സ്റ്റേജ് വന്നപ്പോൾ ഈ ഐസ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് രക്ഷിച്ചത്. അവിടെയായിട്ട് ഈ ജിന്ന് പറയുന്നുണ്ട്, ജിയാങ്ങിന്റെ അച്ഛൻ അങ്ങനെയല്ലേ ആ ഐസ് സ്റ്റോൺ അങ്ങ് കരസ്ഥമാക്കിയത് എന്ന്. എന്നാൽ ഇപ്പൊ എന്റെ കയ്യിലാണ് ഐസ് സ്റ്റോൺ, നമുക്ക് എന്തായിരുന്നാലും ഒരുമിച്ച് നിന്നിട്ട് ആ പാർക്കിനെ അങ്ങ് തോൽപ്പിച്ച് കളയാം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഈ ലോകം ഭരിക്കാം എന്നൊക്കെ നമ്മളുടെ ഈ ബൂയോങ്ങിന്റെ അമ്മയെടുത്ത് പറയുന്നുണ്ട്. എന്നാൽ അവരാണെങ്കിൽ എല്ലാം കേട്ടിട്ട് മിണ്ടാതിരിക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ പാർക്കും അതേപോലെ തന്നെ ഗുരുജിയും കൂടി ചേർന്നിട്ട് ആ മറ്റേ മാസ്റ്ററില്ലേ അയാളുടെ ബോഡി ചെക്ക് ചെയ്യുന്ന അയാൾക്കിപ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഇവർ വിചാരിക്കുന്ന തന്നെ ഇയാളെ വെച്ചിട്ട് ആ ജിന്നിന്റെ കള്ളത്തരെല്ലാം പുറത്ത് കൊണ്ടുവരണം എന്നാ. അത് കഴിഞ്ഞിട്ട് സോളിനെ ആണെങ്കിൽ ജിൻ അയാളുടെ ആ ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ആക്കും. ഇവളാണ് നമ്മുടെ ജിൻ ഫാമിലിയിലെ ബൂയോങ് എന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്നത് നമ്മുടെ സോളിന് നല്ല സന്തോഷമായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ക്യൂൻ പ്ലാൻ ചെയ്യുന്നത് തന്നെ അവരുടെ സോളിനെ ബൂയോങ്ങിന്റെ ദേഹത്തായിട്ട് ഷിഫ്റ്റ് ആക്കണം എന്നല്ലേ. ഇവരിതൊക്കെ പറയുന്നത് തന്നെ നമ്മളുടെ ആ ജിൻചോയുടെ അച്ഛൻ്റെ അടുത്താണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും, അതായത് ഈ ജിൻചോയുടെ അച്ഛൻ തന്നെയാണ് ഈ വിച്ചിന്റെ ബ്രദർ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ ജിൻ ഫാമിലിയിലെ ലേഡിയില്ലേ, അവരാണെങ്കിൽ ഒരു മീറ്റിംഗ് എന്നെ വിളിച്ചു കൂട്ടുന്നതാണ്. അങ്ങനെ അവിടേക്ക് എല്ലാവരും വരും. അവിടെയായിട്ട് ഇവരാണെങ്കിൽ പറയും, പാർക്കാണെങ്കിൽ ഇവർക്ക് ഒട്ടും റെസ്പെക്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് എന്ന്. അവിടെയായിട്ട് ഇവർ ബൂയോങ്ങിനെ വെച്ചിട്ടാണെങ്കിൽ ആ ഐസ് സ്റ്റോൺ ഇല്ലേ അതിനെ ഇങ്ങ് റിവീലാക്കും. ഇത് കാണുന്ന എല്ലാവരും ഷോക്കാവും. അപ്പോൾ നമ്മുടെ മുതോക്കാണെങ്കിൽ അവിടെ എന്നിട്ട് ജിയാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, ഇവരെന്തിനാ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജിയാങ് പറയും, നിനക്ക് മനസ്സിലായില്ലേ, ആ ജിന്ന് ഇപ്പം ഈ ഫാമിലിയായിട്ട് നിന്നിട്ട് കളിക്കുവാണ്. മെയിനായിട്ടുള്ള കാര്യം ആ ക്യൂനിനാണെങ്കിൽ ഇപ്പോൾ ബൂയോങ്ങിൻ്റെ ദേഹത്തോട്ട് സോൾ ഷിഫ്റ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. അവിടെയായിട്ട് എല്ലാവരും ഈ ഐസ് സ്റ്റോൺ കാണുന്നതും ഭയങ്കര ഷോക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് തന്നെ ഐസ് സ്റ്റോൺ നശിപ്പിച്ച് കളഞ്ഞു എന്നാണ്. അതേസമയം തന്നെ നമ്മുടെ മാസ്റ്റർ ലീനെ കാണിക്കും. മാസ്റ്റർ ലീ ആണെങ്കിൽ നമ്മളുടെ വളർത്തമ്മയ്ക്ക് ഒരു ലെറ്റർ കൊടുത്തിട്ട് പറയും, ഒരു പക്ഷേ ജിയാങ്ങിൻ്റെ അച്ഛനെ നിങ്ങൾ കാണുവാണെങ്കിൽ ഈ ലെറ്റർ അയാൾക്ക് കൊടുക്കണോ എന്ന്. അതേസമയം തന്നെ ആ ഗ്രാമത്തിലായിട്ട് നമ്മളുടെ ജിയാങ്ങിൻ്റെ അച്ഛൻ വരുന്നതും കാണിക്കും. ഇപ്പോൾ പാലസിലായിട്ട് ഭയങ്കര പ്രശ്നമാണ്. എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്ക് എല്ലാവരുടെ അടുത്തും കള്ളം പറഞ്ഞിരിക്കുവാണ്. അതായത് ഈ ഐസ് സ്റ്റോണിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എല്ലാവരും ഐസ് സ്റ്റോണിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനും തുടങ്ങും. എത്രയൊക്കെ പറഞ്ഞാലും ഈ ഐസ് സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അമരനാക്കുന്ന ഒന്നല്ലേ, അതുകൊണ്ട് ആരെങ്കിലും വേണ്ടാന്ന് വെക്കോ. അവിടെയായിട്ട് നമ്മുടെ പാർക്ക് പറയും, ഇത് നശിപ്പിച്ച് കളഞ്ഞേ പറ്റത്തുള്ളൂ എന്ന്. എന്നാൽ ആരും അത് സമ്മതിച്ചു തരാൻ റെഡി ആവത്തില്ല. ഇവിടെയായിട്ട് നമ്മളുടെ കിങ് ആണെങ്കിൽ നോക്കിയിട്ട് പറയും, എന്താണോ മാസ്റ്റർ ലീ പറഞ്ഞത് ഇപ്പം അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ആ ഡീമനായി മാറിയ മാസ്റ്ററിലെ അയാളെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ അമ്മ വരും. അവർക്കാണെങ്കിൽ ഇപ്പം അറിയത്തില്ല അവരുടെ മോൻ്റെ ശരീരത്തിലായിട്ട് മാസ്റ്ററാണ് കയറിയിരിക്കുന്നത് എന്ന്. അവർ വന്നിട്ട് മോൻ്റെ കയ്യിൽ പിടിക്കുന്നതും അയാൾ വേഗം തന്നെ ഈ അമ്മയുടെ സോളിനെ അങ്ങ് വലിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവിടെ ആ കൊട്ടാരത്തിൽ ഭയങ്കര പ്രശ്നം നടക്കുന്നതാണ്. എല്ലാവരും ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുക. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ജിയാങ് വന്നിട്ട് പറയും, നിങ്ങളെല്ലാവരും എന്ത് മണ്ടത്തരമായി പറയുന്നത്, നിങ്ങളെല്ലാവരും മാസ്റ്റർ എഴുതിയ ആ ഒരു ബുക്ക് വായിച്ചിട്ടില്ലേ? ആരും വായിച്ചിട്ടില്ല എന്ന് പറയരുത്, അതിനകത്ത് നല്ല ക്ലിയർ ആയിട്ട് ഈ ഐസ് സ്റ്റോണിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്നതും എല്ലാവരും ഷോക്കാവും. അവിടെയായിട്ട് നമ്മുടെ ഗുരുജി ആണെങ്കിൽ പാർക്കിൻ്റെ അടുത്ത് ചോദിക്കും, അതിനകത്ത് എവിടെയാ അങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചേക്കുന്നേ എന്ന്. എന്നാൽ നമ്മുടെ പാർക്ക് പറയും, മിക്കവാറും ഇവനാണെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് എന്ന്. നമ്മുടെ രാജാവാണെങ്കിൽ ആ ബുക്ക് ചോദിക്കുന്നതും പറയും ജിൻ ഫാമിലിയുടെ കയ്യിലാ എന്ന്. അങ്ങനെ അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ ജിൻചോയിനെയും അതേപോലെ തന്നെ പാർക്ക് ജിന്നെയും പറഞ്ഞു വിടും. അവരങ്ങനെ ബുക്ക് എടുക്കാൻ വരുന്നതും അവിടെയായിട്ട് നമ്മുടെ പാർക്ക് ജിൻ പറയും, നിന്റെ ചേച്ചിയായിട്ട് വന്നിരിക്കുന്ന ബൂയോങ് വേറെ ആരുമല്ല, നമ്മൾ തേടിക്കൊണ്ടിരുന്ന ആ സോള് തന്നെയാ എന്ന്. ഇത് കേട്ടിട്ട് അവള് ഭയങ്കര ഷോക്കായിരുന്നു. അതേസമയം തന്നെ ജിയാങ് ആണെങ്കിൽ നമ്മുടെ ക്രൗൺ പ്രിൻസിൻ്റെ അടുത്ത് സത്യമെല്ലാം പറയും. അതായത് ഇവിടുത്തെ ക്യൂവിൻ്റെ ദേഹത്തുള്ളത് ഒരു വിച്ചാണ്, അതേപോലെ തന്നെ ആ വിച്ചിൻ്റെ ദേഹത്താണ് ഇപ്പോൾ യഥാർത്ഥ ക്യൂവിനുള്ളത്. അവരിപ്പോഴും ജീവനോടെയുണ്ട്, അവരുടെ ആ ഒരു ലാമ്പ് ഇപ്പോഴും ലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക എന്ന്. ഇതൊക്കെ കേട്ടിട്ട് ക്രൗൺ പ്രിൻസും ഭയങ്കരമായിട്ട് ഞെട്ടിയായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ ഈ ഐസ് സ്റ്റോൺ കണ്ടിട്ടേ രാജാവിൻ്റെയും കണ്ട് നല്ലതുപോലെ മഞ്ഞളിച്ചിരിക്കുകയാണ്. അയാളും അതിനകത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മുടെ പാർക്കിൻ്റെ അടുത്ത് ചോദിക്കും, ഇതിൻ്റെ പവേഴ്സ് എന്തൊക്കെയാ, മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ, എനിക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന നമ്മുടെ മുതോക്കിനെ കാണിച്ചിട്ട് നമ്മുടെ ജിൻ ഫാമിലിയിലെ ആ ലേഡിയില്ലേ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ ഈ പെങ്കൊച്ചിനെ കൊന്നിട്ട് അവളെ തിരിച്ച് ജീവനോടെ കൊണ്ടുപോവാ എന്ന്. ഇത് കേൾക്കുന്നേം എല്ലാവരും ഒന്ന് ഷോക്കായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ മുതോക്കും അതിനങ്ങ്
അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും. അവൾ വിചാരിക്കും ഞാൻ ചത്താലെന്തോ ജീവിച്ചാലെന്തോ ഇവർക്ക് എല്ലാവർക്കും അവരുടെ ഗ്രീഡ് തന്നെയല്ലേ വേണുന്നത്, എന്തൊക്കെയായിരുന്നാലും ഞാൻ എൻ്റെ ജിയാങ്ങിനെ മിസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നു കൊടുക്കും. അവിടെയായിട്ട് ഇവളുടെ അമ്മ തന്നെ ഇവളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോളും വിചാരിക്കും സ്വന്തം അമ്മ തന്നെ മോളെ കൊല്ലാൻ പോവുക എന്ന്. അവിടെയായിട്ട് നമ്മളുടെ മുതോക്കിന് നല്ല പെയിൻ എടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പെയിൻ കാരണം അവളുടെ ഉള്ളിലായിട്ട് കുറേ വിഷൻസ് ഒക്കെ വരും, അവളും അവളുടെ അമ്മയായിട്ടുള്ളത്. വേഗം തന്നെ നമ്മളുടെ മുതോക്കാണെങ്കിൽ ഈ ബുയോങ്ങിന്റെ അമ്മയില്ലേ അവരെ നോക്കിയിട്ട് അമ്മ എന്ന് വിളിക്കും. ഇത് കേൾക്കുന്നതും അവരും ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ കയ്യങ്ങെടുക്കും. അവർക്കും ഇപ്പോൾ യഥാർത്ഥ ബുയോങ്ങിന്റെ ഓർമ്മ തന്നെ വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒന്നും ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ ആകാശമെല്ലാം അങ്ങ് കറുത്തിരുണ്ടു പോവും. ഇത് കാണുന്നതും എല്ലാവരും ഷോക്കാവും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജിയാങ് ആ ഒരു സംഭവം ശ്രദ്ധിക്കും. അവനും ഭയങ്കരമായിട്ടും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മളുടെ മുതോക്ക് ഇതിനെ അക്സെപ്റ്റ് ചെയ്തത് തന്നെ ഒരുപക്ഷെ അവളുടെ പവേഴ്സ് തിരിച്ചു വന്നാലോ എന്ന് ആലോചിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അവൾ ഇത് നല്ലതുപോലെ അക്സെപ്റ്റ് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് നിന്നു കൊടുത്തത്. ഇതിന്റെ പേരിൽ നമ്മളുടെ പാർക്കും ഗുരുജിയും എല്ലാവരും ഡൗട്ടും പറയുന്നുണ്ട് ഇവക്ക് എന്തിന്റെ സൂക്കേടായിരുന്നു എന്നും പറഞ്ഞിട്ട്. അവിടെയായിട്ട് നമ്മളുടെ മുതോക്ക് ഇപ്പം ബോധം കെട്ട് പോയിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മളുടെ ക്യൂൻ പ്ലാൻ ചെയ്യുന്നത് ഈ അടുത്ത സെക്കൻഡിൽ തന്നെ ക്യൂനും മരിച്ചു പോകും. പിന്നീട് നമ്മളാണെങ്കിൽ വേഗം തന്നെ ആ സോളിന്റെ ദേഹത്തോട്ട് സോൾ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ വൈറ്റ് സ്റ്റോണുമായിട്ട് ഇവിടെ നിന്നും എസ്കേപ്പ് ആവും. ഇതൊക്കെയാണ് ഇവരുടെ പ്ലാൻ. എന്നാൽ ഇവർക്കാണെങ്കിൽ ആ ഒരു വൈറ്റ് സ്റ്റോണിനെ കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല. വേറെ ഏതോ ഒരു ശക്തി അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവിടെയായിട്ട് നമ്മൾ ഈ വൈറ്റ് സ്റ്റോൺ ഇല്ല അത് നമ്മളുടെ മുതോക്കിന്റെ അടുത്തായിട്ട് നിൽക്കുവാണ്. അവിടെയായിട്ട് നമ്മളുടെ ആ ബുയോങ്ങിന്റെ അമ്മയില്ലേ അവർക്കാണെങ്കിൽ ഇപ്പോൾ സ്വന്തമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് മുതോക്ക് തന്നെയാണ് അവരുടെ യഥാർത്ഥ മോള് എന്ന്. അവരാണെങ്കിൽ മുതോക്കിനെ നോക്കിയിട്ട് ബുയോങ് എന്ന് വിളിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ജിൻ പറയുന്നുണ്ട് ഈ ഒരു കാലാവസ്ഥയുടെ ചേഞ്ചസും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടിട്ട് എനിക്കിത് നന്നായിട്ടറിയാം ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് സ്റ്റോണിന്റെ പവറാണ് ഇപ്പോൾ നല്ലതുപോലെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അവിടെയായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സോള് ആ ഒരു ഐസ് സ്റ്റോണിനെ തകർക്കാനായിട്ട് നോക്കുന്നതും അവിടെ വെച്ചിട്ട് നമ്മുടെ മുതോക്കും അതേപോലെ തന്നെ ഐസ് സ്റ്റോണും അങ്ങ് അപ്രതീക്ഷയായി പോവും. ഇത് കാണുന്നതും എല്ലാവരും ഷോക്കാവും. അവിടെയായിട്ട് നമ്മളുടെ ബുയോങ്ങിന്റെ അമ്മയ്ക്ക് ഓർമ്മ വരുന്നതും അവർക്കൊന്നും മനസ്സിലാവത്തില്ല. അവിടെയായിട്ട് എല്ലാവരും ഇപ്പം അന്വേഷിക്കുന്നതിന് നമ്മളുടെ ആ ഐസ് സ്റ്റോൺ ആണ്. അവിടെ നമ്മളുടെ ഗുരുജി പറയും ഐസ് സ്റ്റോൺ എങ്ങോട്ടും പോയിട്ടില്ല, അത് നമുക്ക് ചുറ്റിനും ഈ പ്രകൃതിയിൽ തന്നെയുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം എന്ന്. അതേസമയം തന്നെ ജിയാങ്ങിനെ കാണിക്കും. അവൻ നിൽക്കുന്ന സ്ഥലത്തായിട്ട് നമ്മുടെ ഐസ് സ്റ്റോൺ കവർ ചെയ്തിരുന്ന ആ ഒരു സ്കാർഫില്ലേ അത് പറന്നു വന്ന് വീഴും. ഇത് കാണുന്നതും എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് മഞ്ഞ് വീണതുപോലെയാണ്. അവർ ചോദിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന്. അവിടെയായിട്ടൊരു പൂ കിടക്കുന്നതാണ് നമ്മളുടെ ജിയാങ് അതെടുത്ത് എറിഞ്ഞു നോക്കുമ്പോൾ അത് തിരിച്ച് അതേപോലെ തന്നെ വന്ന് വീഴും. അതായത് ഇവരിപ്പോൾ ഏതൊരു ബാരിയറിൻ്റെ അകത്ത് പെട്ടതുപോലെയാണ്. ആർക്കും പുറത്തോട്ടും പോകാൻ പറ്റത്തില്ല, ആർക്കും അകത്തോട്ടും വരാൻ പറ്റത്തില്ല. അവിടെയായിട്ട് നമ്മളുടെ മുതോക്കിനെ കാണാം. അവൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല. അവിടെയായിട്ട് നമ്മളുടെ ആ സോളും ഉണ്ട്. അവളാണ് യഥാർത്ഥത്തിൽ ആ ഐസ് സ്റ്റോണിനെ പിടിക്കാനായിട്ട് വന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ ഒരു ബാരിയറിന്റെ അകത്തായി. അവിടെയായിട്ട് സോളിന്റെ അടുത്തും മുതോക്കിന്റെ അടുത്തും എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. എന്നാൽ രണ്ടെണ്ണത്തിന് ഒന്നും ഓർമ്മയില്ലായിരുന്നു. നമ്മളുടെ മുതോക്കാണെങ്കിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൾ എന്തായിരുന്നാലും ആ കൊട്ടാരത്തിന്റെ അകത്തല്ല, പകരം വേറെ ഏതോ സ്ഥലത്തായിട്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് ചുറ്റിനുള്ള ബാരിയർ എന്ന് പറയുന്നത് ആ ഐസ് സ്റ്റോൺ തന്നെയാണ്. അതിനാണെങ്കിൽ പല പല കഴിവുകളുണ്ടല്ലോ, അതായത് കാറ്റായും മഴയായും എല്ലാം ആയിട്ടും അത് ആക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പല പല പ്രതിഭാസങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മളുടെ മുതോക്കിനാണെങ്കിൽ അവളുടെ പവേഴ്സ് തിരിച്ചു കിട്ടി. അവൾക്ക് അതിന്റെ സന്തോഷമുണ്ട്. അവൾ അത് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അവളിപ്പോൾ നല്ലതുപോലെ എൻജോയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളുടെ മുതോക്കിനൊരു കാര്യം മനസ്സിലാവും. അതായത് ഐസ് സ്റ്റോണുമായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന യഥാർത്ഥ മുതോക്ക് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ബുയോങ് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ബുയോങ് എന്ന് പറയുന്നത് നമ്മളുടെ ആ 200 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു മാസ്റ്റർ ഇല്ലേ, അയാളുമായിട്ട് എന്തോ റിലേഷനുള്ള ഒരു കുട്ടിയാണ്. ഇവിടെയായിട്ട് നമ്മുടെ മുതോക്ക് വിചാരിക്കും എന്തായിരുന്നാലും സോൾ ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് ഇനി വേറെ ഏത് ബോഡിയിലോട്ട് വേണമെങ്കിലും സോൾ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആരുടെ ബോഡി വേണമെന്ന് പറഞ്ഞിട്ട് അവൾ നല്ല കൺഫ്യൂസ്ഡ് ആണ്. രാജാവ് വേണോ പാർക്ക് വേണോ എന്നൊക്കെ ആലോചിച്ചിട്ട്. എന്നിട്ട് അവളാണെങ്കിൽ നേരെ വന്ന് നമ്മളുടെ ജിയാങ്ങിൻ്റെ അടുത്ത് സംസാരിക്കാൻ ഒരുങ്ങും. അവളിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള എല്ലാ ബന്ധവും തീർന്നു, ഇനി ഞാനും നീയും തമ്മിൽ യാതൊരുവിധ ബോണ്ടും ഇല്ല എന്നാണ്. എന്നാൽ അവൾക്കത് പറയാൻ പറ്റത്തില്ല. അവിടെയായിട്ട് അവളുടെ അടുത്തുള്ള നമ്മുടെ മുതോക്കിൻ്റെ യഥാർത്ഥ ഇല്യൂഷനും പറയുന്നത് അതാ, നിനക്ക് ഒന്ന് നേടണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് നഷ്ടപ്പെടുത്തിയേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ നമ്മുടെ മുതോക്ക് വന്നിട്ട് ജിയാങ്ങിൻ്റെ അടുത്ത് പറയും നമ്മളിപ്പോൾ ഐസ് സ്റ്റോണിൻ്റെ ആ ഒരു ബാരിയറിനകത്താണ് ഉള്ളത്, അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്ന്. നീ ഇപ്പോൾ ജിസു ലെവൽ വരെ അല്ലേ വന്നിരിക്കുന്നത്, നിനക്കിത് മാത്രം വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ കുറച്ചും കൂടി ടാലൻറ്റഡ് ആയേ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുതോക്ക് അവന് ഗൈഡൊക്കെ കൊടുക്കും. അപ്പോൾ അവൻ പറയും ഇവിടെയായിട്ട് എൻ്റെ അച്ഛൻ്റെ കുറേ ബ്ലാക്ക് മാജിക്കിൻ്റെ ബുക്കുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാമെന്ന്. അവനങ്ങനെ ലൈബ്രറിയിലോട്ട് ചെല്ലുന്നതും അവിടെയായിട്ട് നമ്മുടെ ആ യൂനില്ലേ അവളും ഇവനെ ഫോളോ ചെയ്ത് വരും. എന്നാൽ നമ്മുടെ ജിയാങ് പറയും അതിൻ്റെ ആവശ്യമില്ല, ഞാൻ തന്നെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തോളാം എന്ന്. എന്നാൽ അവൾക്ക് അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് എല്ലാവരും ഐസ് സ്റ്റോൺ
സ്വന്താക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പ്ലാനൊക്കെ റെഡിയാക്കുന്നതാ. നമ്മളുടെ ക്യൂനും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അവിടെയായിട്ട് നമ്മളുടെ കൊട്ടാരത്തിന്റെ പുറത്ത് ഓരോ സന്ദേശങ്ങളും ഒക്കെ അയക്കാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ സോൾണിയാണ്. അവളെ കാണാൻ വേണ്ടിയിട്ട് സിയോങ് വരും. എന്നിട്ട് ചോദിക്കും, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ സോളിനെ എല്ലാം അറിയായിരുന്നു. അവള് പറയും, പിന്നെ മറക്കുവോ, നീ തന്ന കൊട ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും തമ്മിൽ പരിചയമുള്ള കാര്യം നീ ആരുടെ പറയണ്ട എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സിയോങ്ങിന് മനസ്സിലാവും അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന്. അവൻ അവളുടെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞ് നമ്മളുടെ സിയോങ് ആണെങ്കിൽ ഇക്കാര്യമെല്ലാം വന്ന് ജിയാങ്ങിന്റെ അടുത്ത് പറയും. അതായത് അവളെ ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് ജിന്നാണ് എന്നൊക്കെ. എന്നാൽ നമ്മുടെ ജിയാങ് പറയും, അവളിവിടെ സത്യമൊന്നും മനസ്സിലാക്കുന്നില്ല, ക്യൂൻ അവളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ട് നടക്കുന്നത് എന്ന്. എന്നാൽ നമ്മളുടെ സിയോങ്ങിനും പാവം തോന്നും. എന്താന്ന് വെച്ചാൽ സോൾ ഇതൊന്നും അറിയാണ്ട് ഭയങ്കര നിഷ്കളങ്കമായിട്ടല്ലേ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ആ പാർക്കും അതേപോലെ തന്നെ ഗുരുജിയും കാണും. ആ മാസ്റ്റർ ഇല്ലേ, അയാളിപ്പോൾ ഒരാളുടെ പവർ യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന്. അയാളിപ്പോൾ വന്നിരിക്കുന്ന വേറെ എവിടെയല്ല, നമ്മളുടെ ഐസ് സ്റ്റോണിന്റെ ആ ഒരു ബാരിയർ ഇല്ലേ അതിന്റെ അകത്ത് തന്നെയാണ്. അയാൾ നേരെ ആദ്യമേ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് നമ്മളുടെ സോളിനെയാ. എന്നാൽ അവള് പറയും, ഞാനും നിങ്ങളുടെ സൈഡ് തന്നെയാണ്, ജിന്നല്ലേ നിങ്ങൾ ഈ പരുവത്തിനാക്കിയത്, എനിക്ക് നന്നായിട്ട് അറിയാന്നൊക്കെ പറഞ്ഞ് അവളെ എല്ലാ കാര്യങ്ങളും പറയും. അവിടെയായിട്ട് നമ്മളുടെ ഈ മാസ്റ്റർ ആണെങ്കിൽ ഇവളെ അങ്ങ് വെറുതെ വിടും. എന്നിട്ട് പറയും, എനിക്ക് പവറിന് വേണ്ടിയിട്ട് നീ ആൾക്കാരെ കൊണ്ടു തന്നേ പറ്റത്തുള്ളൂ, ആദ്യമേ എനിക്ക് ആ സിയോങ്ങിനെയാ വേണ്ടത് എന്ന്. അങ്ങനെ നമ്മളുടെ സോൾ അവിടെ നിന്ന് അങ്ങ് പോവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ മുതോക്കിനെയാ. അവളാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടായി കൊടുക്കും. എന്നാൽ നമ്മുടെ ക്രൗൺ പ്രിൻസ് പറയും, ഈ ഫുഡ് ഒട്ടും കൊള്ളത്തില്ല എന്ന്. ഇവിടെ നമ്മുടെ മുതോക്ക് തന്നെ കുറച്ചു കാലം കൂടി മെയിലായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവൾ വിചാരിക്കും കുറച്ചു കാലം തന്നെയല്ലോ എന്ന്. അവിടെയായിട്ട് ഒരുത്തനാണെങ്കിൽ പറയും, ഞാൻ എൻ്റെ പവർ യൂസ് ചെയ്ത് ഈ ബാരിയർ ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ പഠിച്ച പണി 18 നോക്കും. എന്നാൽ അവൻ്റെ എനർജി കുറയുന്നതല്ലാണ്ട് ഒന്നും സംഭവിക്കത്തില്ല. അവൻ അവിടെ ബോധം കെട്ടങ്ങ് വീഴും. യഥാർത്ഥത്തിൽ ഈ ബാരിയറിൻ്റെ അകത്ത് ഇവർക്ക് ആർക്കും ഒരു തരത്തിലുള്ള മാജിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാവരും അവരവരുടെ സോഡെല്ലാം അവിടെ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യും. നമ്മളുടെ ജിയാങ്ങിൻ്റെ കയ്യിൽ നക്സുവിൻ്റെ സോഡ് കണ്ടിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസും ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ വളർത്തമ്മയില്ലേ, അവർക്കാണെങ്കിൽ മാസ്റ്റർലി ഒരു ലെറ്റർ കൊടുത്തിട്ടല്ലേ പോയേക്കുന്നത്, ജിയാങ്ങിൻ്റെ അച്ഛൻ വന്നാൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അവരും ആ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. അവർ ഈ ന്യൂസൊക്കെ അറിയുന്നതും ഭയങ്കരമായിട്ട് ഷോക്കാവും. അതേസമയം തന്നെ നമ്മുടെ ജിയാങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ പാലസിലായിട്ട് വരും. അവിടെയായിട്ട് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മുടെ ജിയാങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് അയാൾ മരിച്ചു പോയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ആ ജിന്നാണ്. ജിന്നും നമ്മുടെ ജിയാങ്ങിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് തന്നെ ആയിരുന്നു. അവനും ഈ പറഞ്ഞ ആൽക്കമിയോ സോൾ ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ ജിയാങ്ങിൻ്റെ അച്ഛൻ പഠിപ്പിച്ചും കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് ഇയാൾ പറയും, നിന്റെ പവേഴ്സ് എല്ലാം ഞാൻ ഇപ്പം തന്നെ ബ്ലോക്ക് ആക്കുവാണ്, ഞാനിപ്പോൾ എടുക്കുക എന്ന്. എന്നാൽ ജിന്ന് ഒരുപാട് കാല് പിടിച്ചതുകൊണ്ടാണ് നമ്മുടെ ജിയാങ്ങിൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്യാണ്ട് അയാളെ അങ്ങ് വെറുതെ വിട്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജിയാങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ ഐസ് സ്റ്റോണിനെ അന്ന് വലിയൊരു ലേക്കിൻ്റെ നടുക്ക് കൊണ്ട് ഇട്ടതാണ്. എന്നാൽ നമ്മളുടെ ജിന്ന് അതിനെ എങ്ങനെ എടുത്തിയെന്ന് ജിയാങ്ങിൻ്റെ അച്ഛൻ ഇപ്പോഴും അറിയത്തില്ല. ജിന്നെ എങ്ങനെ എടുത്തെന്ന് നമുക്കറിയാലോ. അതായത് ജിൻ ഫാമിലിയിലുള്ള ബൂയോങ്ങിനെ യൂസ് ചെയ്തിട്ടാണ് അയാൾ ആ ഐസ് സ്റ്റോണിനെ പുറത്ത് കൊണ്ടുവന്നത് തന്നെ. ഇവിടെ നമ്മളുടെ മുതോക്കിനാണെങ്കിൽ അവളുടെ ആ വാളില്ലേ അതെടുക്കുമ്പോൾ നല്ല പവർ കിട്ടുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും പവർ ഇവിടെ ലോസ് ആവുകയാണെങ്കിൽ നമ്മളുടെ മുതോക്കിന് അങ്ങനെയുള്ള ഒരു ഇഷ്യൂസും ഇല്ല. അവൾക്ക് എല്ലാവരും കൊല്ലണമെന്നുണ്ട്, എങ്കിൽ അവൾ സ്നേഹത്തിന്റെ പുറത്താണ് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അവിടെയായിട്ട് നമ്മളുടെ സോള് വന്നിട്ട് മുതോക്കിനടുത്ത് പറയും, എനിക്ക് നല്ലതുപോലെ തണുക്കുന്നുണ്ട്, നീ എനിക്കൊരു ബ്ലാങ്കറ്റ് എടുത്തിട്ട് വരുമോ എന്ന്. ഇവള് ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ആ മാസ്റ്ററിന് ഇവളുടെ ബോഡീനെ കൊടുക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ നമ്മളുടെ മുതോക്ക് അങ്ങോട്ട് പോകുന്നതും അവിടെ നമ്മളുടെ സിയോങ് ഇരുന്നിട്ട് തീ കത്തിച്ച് ചൂടുണ്ടാക്കാൻ നോക്കുമായിരുന്നു. അവനാണെങ്കിൽ നമ്മളുടെ മുതോക്കിനെ ബ്ലാങ്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടത്തില്ല. അവൻ പറയും, പകരം ഞാൻ പോയിട്ട് എടുക്കാമെന്ന്. അതേസമയം തന്നെ നമ്മളുടെ ജിയാങ് ഇല്ലേ, അവനാണെങ്കിൽ എങ്ങനെ ഈ ഒരു ബാരിയറിനെ ബ്രേക്ക് ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ക്രൗൺ പ്രിൻസും വരും. അവനും യഥാർത്ഥത്തിൽ നമ്മുടെ ആ ക്യൂനിന്റെ യഥാർത്ഥ മോനൊന്നുമല്ല. അവിടെയായിട്ട് നമ്മുടെ ജിയാങ് ചോദിക്കും, അല്ല ജിൻ നിനക്ക് ആ ഒരു വൈറ്റ് സ്റ്റോൺ എടുത്തു തരാമെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ അത് വേണ്ടാന്ന് പറഞ്ഞത് എന്ന്. അപ്പോൾ നമ്മുടെ ക്രൗൺ പ്രിൻസ് ആണെങ്കിൽ ജിയാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നിനക്കാണ് ആ ഒരു വൈറ്റ് സ്റ്റോൺ തരാമെന്ന് പറഞ്ഞാൽ നീ എന്തായിരിക്കും പറയുക. അപ്പോൾ നമ്മുടെ ജിയാങ് പറയും, 200 വർഷങ്ങൾക്ക് മുന്നേ ആ മാസ്റ്റർ എന്താണോ ചെയ്തത് ഞാനും അത് തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുക. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്റ്റോൺ വേണമെന്ന് തന്നെ പറയുമെന്ന്. അതേസമയം തന്നെ നമ്മുടെ ആ സോളിലെ അവൾ അറിയും, അതായത് സിയോങ് ആണ് ഇപ്പൊ ബ്ലാങ്കറ്റ് എടുക്കാൻ പോയിരിക്കുന്നതെന്ന്. അവൾ വേഗം തന്നെ അവിടെ നിന്ന് ഓടി അങ്ങ് പോകും. അവൾ വന്ന് നമ്മളുടെ സിയോങ്ങിനെ കണ്ട് സംസാരിക്കാൻ ഒരുങ്ങുന്നതും സിയോങ് ആണെങ്കിൽ ഇവക്ക് കണ്ണ് കാണാം എന്നുള്ള കാര്യം അറിഞ്ഞ് അവൻ ഭയങ്കര ഷോക്കായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ മാസ്റ്റർ ഇവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ മാസ്റ്റർ ആണെങ്കിൽ ഭയങ്കര ടാലന്റഡ് ആയതുകൊണ്ട് നമ്മുടെ സിയോങ്ങിന്
നിയന്ത്രണത്തിൽ പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. അവിടെയായിട്ട് നമ്മളുടെ സോൾ അവനെ രക്ഷിക്കാൻ നോക്കും. അതേസമയം തന്നെ യൂനു അവിടേക്ക് വരും. എല്ലാവരോടും ട്രൈ ചെയ്തിട്ടും ഈ മാസ്റ്ററിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമ്മുടെ സിയോങ്ങിന് നല്ലതുപോലെ പരിക്ക് പറ്റിയായിരുന്നു. ഈ മാസ്റ്റർ വേറെയുള്ള ആൾക്കാരെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഇവിടെ നമ്മളുടെ മുതോക്കിനൊരു കാര്യം മനസ്സിലാവും. അതായത് സോൾ ഷിഫ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഈ ഒരു ബാരിയറിന്റെ അകത്ത് എപ്പോഴും അനുകൂലമായിട്ടുള്ള സിറ്റുവേഷനാ എന്ന്. ഇവിടെ നമ്മുടെ സിയോങ്ങിന് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ മുതോക്കും ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ അവളും ഫ്യൂച്ചറിൽ ഈ ഒരു മാസ്റ്ററിനെ പോലെ ആയി തീർന്നാലോ എന്നും പേടിച്ചിട്ട് അവിടെ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ മുതോക്കിനെ കാണാൻ വേണ്ടിയിട്ട് വരാനൊരുങ്ങും. എന്നാൽ അവിടെയായിട്ട് മുതോക്ക് വന്ന് നോക്കുമ്പോൾ ജിയാങ്ങിനെ കാണത്തില്ല. യഥാർത്ഥത്തിൽ ആ മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയിരിക്കുന്നതേ നമ്മളുടെ ജിയാങ് ആണ്. അവനാണെങ്കിൽ ആ മാസ്റ്ററിനെ ഒരു റൂമിൽ പൂട്ടിയിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് കേട്ടിട്ട് നമ്മുടെ മുതോക്ക് അവനെ കാണാൻ വേണ്ടിയിട്ട് പോകാനൊരുങ്ങും. എന്നാൽ നമ്മുടെ ക്രൗൺ പ്രിൻസ് അതിന് സമ്മതിക്കത്തില്ല. എന്നാൽ മുതോക്ക് അവന്റെ കൈയും തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. നേരെ എടുക്കുന്നത് നമ്മുടെ ആ നക്സുവിന്റെ വാളാണ്. അവള് വന്ന് നോക്കുമ്പോൾ എന്തുവാ അവിടെയായിട്ട് ആ സീക്രട്ട് റൂം ആണെങ്കിൽ ഇപ്പോൾ ക്ലോസ് ആയി കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ സീക്രട്ട് റൂമിന്റെ അകത്ത് കയറിയാൽ മാത്രമേ ആ റൂം ക്ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ക്ലോസ് ആയി കഴിഞ്ഞാൽ അങ്ങനെ അത് ഓപ്പൺ ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ നമ്മളുടെ മുതോക്ക് വിചാരിക്കും ജിയാങ് ഈ ഒരു മാസ്റ്ററിനെ ട്രാപ്പാക്കാൻ വേണ്ടിയിട്ട് അവനെ തന്നെ ബലി കൊടുത്തു എന്ന്. അവള് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ആ ഒരു സീക്രട്ട് റൂം ആണെങ്കിൽ ഓപ്പൺ ചെയ്യും. നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മളുടെ ഈ മാസ്റ്റർ നിൽപ്പുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ മുതോക്കാണെങ്കിൽ ഹൻസു വിദ്യ അതേപോലെ തൻസു വിദ്യ എല്ലാ വിദ്യകളും യൂസ് ചെയ്തിട്ട് അവനെ അങ്ങ് തോൽപ്പിച്ച് കളയും. അവനെ കൊന്നും കളയും. അവിടെയായിട്ട് നമ്മുടെ ജിയാങ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ ഒരു എഗ്രിമെന്റ് തന്നെയുണ്ട്. അതായത് നമ്മുടെ നക്സുവിന് എപ്പോഴാണോ അവളുടെ പവേഴ്സ് എല്ലാം തിരിച്ച് കിട്ടുന്നത് ആ ടൈമിൽ അവൾക്ക് വേണമെങ്കിൽ ജിയാങ്ങിനെ കൊല്ലാം. അല്ല അവൾ കൊന്നില്ല എന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും അവരുടെ ഫ്യൂച്ചറിന്റെ ഒരു പ്രോമിസ് ആയിരിക്കും നിറവേറ്റാൻ പോകുന്നത് എന്ന്. ഇത് കണ്ട് നമ്മളുടെ ജിയാങ് ഭയങ്കര ഷോക്കായി നിൽക്കും. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്ത് വയ്ക്കും, നീ എന്താ ഇത്രയും നേരമായിട്ട് എൻ്റെ അടുത്തൊന്നും പറയാഞ്ഞത് എന്ന്. നമ്മളുടെ മുതോക്കിനും അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൾ പെട്ടെന്ന് തന്നെ അവളുടെ വാൾ അങ്ങ് താഴ്ത്തി വെക്കും. നമ്മളുടെ ജിയാങ് പെട്ടെന്ന് തന്നെ ഓടി വന്ന് അവളെ അങ്ങ് കിസ് ചെയ്യും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.